Hello, butterflies! I'm your butterfly, and you're part of this family. Welcome to N Sisters Media, OT7. ഹലോ മൈ ബട്ടർഫ്ലൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന സ്റ്റോറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അങ്കിൾ കോൺസെപ്റ്റിലാണ് ഞാൻ ഇത് സ്റ്റോറി എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് പോവാം. കഥയുടെ തുടക്കത്തിൽ കാണിക്കുകയാണെങ്കിൽ ഒരു മുറിയാണ്. അപ്പോൾ ആ മുറിയിലാണെങ്കിൽ പഴയ മഷീരിയും തുകിലുകളുടെയൊക്കെ എന്തെങ്കിലും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. മേശപ്പുറത്താണെങ്കിൽ ഭയങ്കരമായിട്ട് ചിതറി കിടക്കുന്ന കുറെ കടലാസുകൾ ഉണ്ടായിരുന്നു. അരയോളം ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വൈൻ ഗ്ലാസ് ഉണ്ടായിരുന്നു. തുറന്നു കിടക്കുന്ന ഷർട്ടിന്റെ ബട്ടണുമായി ഇരിക്കുന്ന ഒരു വ്യക്തി. അതാണ് നമ്മുടെ കഥയിലെ ഹീറോ, നമ്മുടെ കിം ടയോങ്. അപ്പൊ നമ്മുടെ വീര ഫേസിലാണെങ്കിൽ ഭയങ്കരമായിട്ട് ക്ഷീണവും കോപവും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണിൽ ഒരിക്കലും വിശ്രമം ഇല്ലാത്ത രീതിക്കായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നത്. മണിക്കൂറുകളായി ജോലി ചെയ്യുന്നതിന്റെ അടയാളമായിരുന്നു ആ കടലാസുകളൊക്കെ ഇങ്ങനെ ചെതറിക്കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ ഇതേ സമയത്താണ് അവന്റെ കഥകിൽ ഒരു ചെറിയ മുട്ട് കേൾക്കുന്നത്. അപ്പൊ അവനാണിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു ആരാണ് എന്ന രീതിയിൽ. നമ്മുടെ വീരശബ്ദമാണെങ്കിൽ ആ അന്തരീക്ഷത്തിൽ ഭയങ്കരമായിട്ട് കുത്തി നിൽക്കുന്ന പോലെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അത് വന്നത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ കഥയിലെ ഹീറോയിനി ആയിട്ടുള്ള നമ്മുടെ യോറാണ്. നമ്മുടെ വി ആണെങ്കിൽ അവളെങ്ങനെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. നിനക്ക് എന്ത് വേണം? നമ്മുടെ യോറാണെങ്കിൽ അവൾ ചെറുതായിട്ട് തല ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്കിൾ, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കുറച്ച് പുറത്തൊന്ന് പോകണമായിരുന്നു. കയ്യിലാണെങ്കിൽ ഇപ്പോൾ 10 പൈസ ഇല്ല, എനിക്ക് കുറച്ച് പണം തരാമോ? അവൻ്റെ കണ്ണാണെങ്കിൽ ചെറുതായിട്ട് ചുരുങ്ങി. കയ്യിൽ പിടിച്ചിരിക്കുന്ന ഗ്ലാസ് ആണെങ്കിൽ ഒരു ഇട്ടിയ മുഴക്കത്തോടാണെങ്കിൽ അവൻ ചെറിയ രീതിക്ക് ബെഞ്ചിലിങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു. ഞാൻ പണം തരുന്നത് നീ പ്രതീക്ഷിക്കുന്നുണ്ടാ? ഇവിടെ മുൻകൂട്ടി അറിയിക്കാതെ ഞാൻ എങ്ങനെ പണം തരും? സോറി അങ്കിൾ, എനിക്ക് കുറച്ച് പണം തരാമോ? അവനാണെങ്കിൽ ചെറുതായൊരു പരുക്കൻ ചെരിയോടെ മുടിയാണെങ്കിൽ ഇങ്ങനെ കൊതുന്നുണ്ടായിരുന്നു. നിനക്ക് പണം വേണം? ഞാൻ നിന്റെ സ്വകാര്യ ബാങ്ക് ഒന്നല്ല നീ ചോദിക്കുമ്പോൾ എടുത്ത് പണം തരാൻ വേണ്ടി. കയ്യിലുള്ള കാശ് കൊണ്ട് നീ പോയി എന്താന്ന് വെച്ചാൽ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കി വാങ്ങ്. ഓ ക്ഷമിക്കണം അങ്കിൾ, ചോദിച്ചതിന് സോറി. അവളാണെങ്കിൽ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അപ്പം അവളാണെങ്കിൽ ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ചോദിച്ചിട്ട് തരാൻ പറ്റില്ലെങ്കിൽ തരില്ല എന്ന് പറഞ്ഞാൽ മതി, അല്ലാണ്ട് ഇങ്ങനെ കിടന്നാക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പം ഇത് കേട്ട് നമ്മുടെ തേങ്ങാണെങ്കിൽ പെട്ടെന്ന് അവളെ കൈ പിടിച്ചിട്ട് ബാക്കിലേക്ക് വലിക്കുന്നുണ്ടായിരുന്നു. വൈൻ ഗ്ലാസ് ആണെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തുളുമ്പുന്നുണ്ടായിരുന്നു. ഞാൻ നിന്നോട് പോകാൻ പറഞ്ഞിട്ടില്ല, ഞാൻ സംസാരിക്കുമ്പോൾ ഇവിടെ തന്നെ നിൽക്കണം. നീ ഇപ്പം എൻ്റെ മേൽക്കൂരയ്ക്ക് കീഴിലാണ് നിൽക്കുന്നത്, അത് നീ മറക്കാണ്ടിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. അങ്കിൾ പ്ലീസ് എന്നെ വിട്, എനിക്ക് എന്തായാലും ഷോപ്പിങ്ങിന് പോവാനുള്ളത്, അങ്കിൾ പ്ലീസ് വിടാനാ പറഞ്ഞ്. അവൻ്റെ പിടിയാണെങ്കിൽ കൂടുതൽ മുറുക്കി. അവൻ്റെ ശബ്ദം കുറച്ച് അപകടമായ രീതിക്കാണെങ്കിൽ മന്ത്രിപ്പായിരുന്നു. ശരി, അവൻ്റെ ശബ്ദമാണെങ്കിൽ കുറച്ച് അപകടകരമായ രീതിയിലാണ് അവൻ ഇങ്ങനെ സംസാരിക്കുന്നത്. നീ ഷോപ്പിംഗ് പോകണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല, നീ വളരെ വീക്കാണ്. അതുപോലെ തന്നെ കയ്യിലാണെങ്കിൽ ഒരു ഒട്ടിൻ്റെ പണമില്ല. നീ എന്നെ എവിടേക്കും പോകാൻ നിൽക്കുന്നില്ല, ഞാൻ പറഞ്ഞത് കേട്ട് ഇവിടെ നിന്നാൽ മതി. അങ്കിൾ പ്ലീസ് വീട്, നിങ്ങൾ എന്നെ പിടിച്ചു നിർത്താൻ നിങ്ങൾ എൻ്റെ അച്ഛനോ അമ്മയോ ഒന്നും അല്ലല്ലോ. അവൻ്റെ കണ്ണുകളാണെങ്കിൽ ഒരു നിമിഷം തിളങ്ങി. കോപവും മറ്റും എന്തോ അടങ്ങിയ വികാരങ്ങൾ ചേർത്തിട്ടായിരുന്നു ഒരു തീ പോലെ. ഒരു പക്ഷേ വേദനയായിരിക്കാം. തേങ്ങാണെങ്കിൽ അവളെ കൂടുതലും മുറുകെ പിടിച്ചു. ഞാൻ നിന്റെ ഗാർഡിയനാണ്, അത് നീ മറക്കണ്ട. എനിക്കിഷ്ടമുള്ള അത്ര സമയം നീ ഇവിടെ തന്നെ നിൽക്കും. ഇനിയിപ്പോൾ മിണ്ടാണ്ട് പോയി ഫുഡ് കഴിക്കാൻ നോക്കി, ഇന്ന് ഷോപ്പിങ്ങിനൊന്നും പോകാൻ നിൽക്കണ്ട. അവൻ്റെ വാക്ക് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ അവൾക്ക് ദേഷ്യം വന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടിമയായിരിക്കണമെന്ന് വല്ല നിയമമുണ്ടോ? ഞാൻ നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാനൊന്നും പോകുന്നില്ല, നിങ്ങൾ എന്നെ വിടുന്നത് ഏറ്റവും നല്ലത്. ഒരു നിമിഷം പോലും വൈകാതാണെങ്കിൽ അവളിങ്ങനെ എനിക്കാൻ വേണ്ടി മുന്നോട്ട് കുതിച്ചു. നമ്മുടെ തേങ്ങാണെങ്കിൽ അവളെ നേരെ പിടിച്ചൊരു ഉന്തും കൊടുത്തു. അപ്പോൾ അവളാണെങ്കിൽ നേരെ ടേബിളിലേക്ക് വീണു. അപ്പോൾ ചില പുസ്തകങ്ങളൊക്കെ ചെതറി നിലത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു ആഘാതത്തിൽ. ആ ഒരു ഇടിമുഴക്കം പോലെ തന്നെ ആ ശബ്ദം ആ റൂമിൽ മൊത്തം ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലല്ലോ നീ എൻ്റെ അടിമയാണെന്ന്. നീ എൻ്റെ അടിമയല്ല, നീ എൻ്റെ മരുമകളാണ്. ഞാൻ നിൻ്റെ അങ്കിളും. അല്ലാതെ നോക്ക്, എനിക്ക് നിൻ്റെ മേലെ അധികാരമുണ്ട്. ഞാൻ നിൻ്റെ അങ്കിളാണ്. അതുപോലെയല്ല, ഇവിടുത്തെ നിയമങ്ങൾ നീ എന്തായാലും പാലിക്കണം, അല്ലെങ്കിൽ അനന്തര ഫലങ്ങൾ എന്തായാലും നിനക്ക് കിട്ടും. അത് നീ മറക്കണ്ട. അവളുടെ ശ്വാസമാണെങ്കിൽ കനത്തു. പക്ഷെ അവളാണെങ്കിൽ അതിലൊന്നും വഴങ്ങാൻ തയ്യാറായിട്ടില്ലായിരുന്നു. ഞാൻ എന്തിന് കേൾക്കണം അങ്കിൾ? ഞാൻ എന്തിനാണ് ഇവിടുത്തെ റൂൾസ് ഫോളോ ചെയ്യേണ്ടത്?
നിങ്ങൾ എൻ്റെ അങ്കിളാണെങ്കിൽ അങ്കിളുടെ രീതിക്ക് നിന്നാൽ മതി, അല്ലാണ്ട് എന്നെ ഭരിക്കാൻ വരണ്ട. ഞങ്ങളൊന്ന് മാറി നിൽക്കുന്നുണ്ട, എനിക്ക് പോകാനുള്ളതാ. അവളാണെങ്കിൽ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അപ്പം നമ്മുടെ തെങ്കാണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടാണെങ്കിൽ ഒരു വലിയ ശബ്ദത്തിലാണെങ്കിൽ അവൻ്റെ കൈയാണെങ്കിൽ ടേബിളിൽ ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. ഇരിക്കും, ഇപ്പം നീ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നീ ഇതിലെന്തായാലും കയറിക്കേണ്ടി വരും. ഇല്ല, അത് പറഞ്ഞത് മാത്രമേ അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. പെട്ടെന്നുള്ള ചലനത്തിനാണെങ്കിൽ നമ്മുടെ തേങ്കാണെങ്കിൽ അവളുടെ മുടിയിൽ കയറി നിന്ന് പിടിച്ചു. അവനാണെങ്കിൽ അവളുടെ തല പിന്നിലേക്ക് വലിച്ചുകൊണ്ട് അവനെ നോക്കാൻ നിർബന്ധിച്ചു. വേദന തലച്ചോറിടനീളം കയറി തന്നെ നമുക്ക് പറയാം, അത്ര അധികം വേദന ഉണ്ടായിരുന്നു നമ്മുടെ തേങ്ക പിടിച്ചതിൽ. നീ എന്നെ വെല്ലുവിളിക്കാൻ ധൈര്യപ്പെടുന്നുണ്ടോ? നിനക്ക് ഈ വൃത്തികെട്ട ഈ സ്വഭാവം, ഈ മനോഭാവം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അല്പം അച്ചടക്കം അത് നിനക്ക് പാലിക്കാൻ അറിഞ്ഞൂടെ? നീ എന്തായാലും ബഹുമാനിക്കാൻ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ ഓറിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് നമ്മുടെ തേങ്ങേൻ്റെ കയ്യിൽ ചെറുതായിട്ട് സ്ലാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നെ വീട്, നിങ്ങൾ എന്തേ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇതിനൊരു അവകാശമില്ല, നിങ്ങൾ എൻ്റെ അങ്കിൾ മാത്രമാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ എന്തായാലും എൻ്റെ മുത്തശ്ശൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും കേട്ടോ. മുത്തശ്ശൻ എന്ന വീട് കേട്ടപ്പോൾ തന്നെ നമ്മുടെ തേങ്കാണെങ്കിൽ ചിരിച്ചുകൊണ്ട് അവളുടെ കൈ കുറച്ചും കൂടി മുറുകെ പിടിച്ചു. നിന്റെ മുത്തച്ഛൻ? ഓഹോ, മുത്തച്ഛനോട് പറഞ്ഞു കൊടുക്കുമോ? നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? അദ്ദേഹം നിന്നെ രക്ഷിക്കുന്നത് നീ വിചാരിക്കുന്നുണ്ടോ? പിന്നെ നീ എത്ര അനുസരണയില്ലാത്ത പെൺകുട്ടിയാണെന്ന് അദ്ദേഹം അറിയുമെന്ന് ഞാൻ എന്തായാലും ഉറപ്പാക്കും. അതുമാത്രമല്ല, അതേ ഈ പ്രവർത്തനമൊക്കെ കണ്ടിട്ട് നിന്റെ പിന്നാലെ നിൽക്കുന്നു നീ പ്രതീക്ഷിക്കുന്നുണ്ട്. അവളുടെ നെല്ലിപ്പല അങ്ങ് തകർന്നു എന്ന് പറയും. അവളാണെങ്കിൽ ഒരു മടിയും കൂടാതെ വേഗം അവൻ്റെ മുടി തന്നെ അതേ സെയിം പേരിൽ തന്നെ കുത്തിപ്പിടിച്ചു. അങ്കിൾ നോക്കിക്കോ, നീ എനിക്ക് തരുന്ന എല്ലാ പേരും ഞാൻ നിനക്ക് എന്തായാലും തിരിച്ചു തരുന്നു പറഞ്ഞിട്ടാണ് അവളിങ്ങനെ മുടി കയറി കുത്തിപ്പിടിക്കുന്നത്. നമ്മുടെ തെങ്കിനാണെങ്കിൽ ചെറിയ വേദനയൊക്കെ വന്നിട്ട് ചെറിയ ചീറ്റിലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. തെങ്കിനാണെങ്കിൽ നല്ല രീതിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഓ കൊച്ചു പെൺകുട്ടി, നീ ഇതിൽ എന്തായാലും ഖേദിക്കും. അതുമാത്രമല്ല, നിനക്ക് ഇനി നടക്കാൻ പറ്റില്ലെന്ന് ഞാൻ എന്തായാലും ഉറപ്പാക്കുന്ന രീതിക്ക് നമ്മുടെ തേങ്ക നിൽക്കുന്നേ. നമ്മുടെ തേങ്കാണെങ്കിൽ അവളെ മുടിയിൽ നിന്ന് കൈയെടുത്തിട്ട് കുറച്ചും കൂടി ശക്തിയോടെ അവളെ ചെയറിലേക്ക് തള്ളിയിട്ടു. നീ ഇവിടെ എന്തായാലും ഇരിക്കും, ഞാൻ എന്തായാലും നിനക്ക് ഫുഡായിട്ട് കൊണ്ടുവരാം. അതുവരെ നീ എന്തായാലും ഇവിടെ അടങ്ങിയിരിക്കണം, വല്ല പണി ഒപ്പിക്കാൻ നിൽക്കരുത്. അങ്ങനെ എന്തായാലും ചെയ്തറിയാലോ, ഞാൻ എന്തായാലും നിന്നവിടെ കൂട്ടിടും. അവനാണെങ്കിൽ അത് പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു. വാതിലാണ് ശക്തിയായി അടച്ചു. അപ്പം നമ്മുടെ തേങ്കാണെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് പോണ സമയത്ത് ഇങ്ങനെ ചെറുതായിട്ട് ശ്വാസം മുട്ടി പെറുപെറുക്കുന്നുണ്ടായിരുന്നു. മുറി വീണ്ടും നിശബ്ദമായെന്ന് പറയാം. അവൾക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അടക്കാൻ പറ്റാതെ വായിൽ വന്ന് തെറിയൊക്കെ പിടിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പം അവളാണെങ്കിൽ ഒരു സമയം ഒരു നിമിഷം പോലും കളയാതെ തന്നെ അവൾ വേഗം എഴുന്നേറ്റ് എന്തെങ്കിലും ഉണ്ടോയെന്ന രീതിക്ക് അവളെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ കണ്ണുകൾ വേഗത്തിലാണെങ്കിൽ മുറി മൊത്തം അവിടെ നീളം സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതേ സമയത്താണ് നമ്മുടെ തേങ്ങിൻ്റെ കോട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ ഒന്നും നോക്കാതെ വേഗം പോയിട്ട് തേങ്ങിൻ്റെ കോട്ടിലേക്ക് ഇങ്ങനെ കൈയിട്ടിട്ട് നോക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും കിട്ടി നല്ലതായിരിക്കുമല്ലോ. ആ സമയത്താണ് നമ്മുടെ തേങ്ങിൻ്റെ പോക്കറ്റിൻ്റെ ഒരു ബ്ലാക്ക് കാർഡ് കിട്ടുന്നത്. അപ്പോൾ അവളാണെങ്കിൽ യാതൊന്നും നോക്കാതെ ബ്ലാക്ക് കാർഡ് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ പോക്കറ്റിലേക്ക് എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ പുള്ളിക്കാരി ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞിട്ട് വേഗം അവളുടെ സീറ്റിൽ പോയിരിക്കുന്നുണ്ടായിരുന്നു. എന്തോ തല്ലോളിത്തര ഒപ്പിച്ച കാരനാണെങ്കിൽ അവളാണെങ്കിൽ ഹൃദയം ഇങ്ങനെ ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ പോക്കറ്റിലാണെങ്കിൽ ആ കാർഡ് ഭയങ്കരമായിട്ട് ഭാരമായിട്ടൊക്കെ അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഉള്ളിലാണെങ്കിൽ തനിക്ക് ഇതൊക്കെ അറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്തായാലും രക്ഷപ്പെടാനുള്ളൊരു ചാൻസ് ഉള്ള രീതിക്ക് അവളാണെങ്കിൽ ആശ്വസിച്ച് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേ സമയത്താണ് പുറത്തിങ്ങനെ കാലടി ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അത് കൂടുതലായിട്ട് അടുത്തേക്ക് വരുന്നത് പോലെ അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. നമ്മുടെ തേങ്കാണെങ്കിൽ അകത്തേക്ക് കയ്യിലുള്ള ഫുഡാണെങ്കിൽ ഒരു ടേബിളിലേക്ക് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ വരുന്നതൊരു കൊടുങ്കാറ്റ് പോലെയാണ് അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ മുറിയാണെങ്കിൽ പെട്ടെന്ന് ഭാരം തോന്നിയ പോലെ അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തേങ്കാണെങ്കിൽ ഫുഡ് എടുത്തിട്ട് ടേബിളിലേക്ക് വെച്ചു. നമ്മുടെ തേങ്ങനെ അവൾ ചെയ്ത സംഭവങ്ങളൊക്കെ വേഗം മനസ്സിലായിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ അവളുടെ അടുത്തേക്ക് നടന്നു വന്നിട്ട് കുറച്ചും കൂടി മുറുകെ അവളുടെ കൈ കയറി ഇങ്ങനെ പിടിച്ചു. അവളാണെങ്കിൽ വേദന കൊണ്ട് ചെറുതായിട്ട് മുരളുന്നുണ്ടായിരുന്നു. എന്നാലും അവൻ വിടാനും പോലൊന്നും നിന്നില്ല. വീണ്ടും നമ്മുടെ യോറിന് ദേഷ്യം വന്നിട്ടാണെങ്കിൽ അവൾ വീണ്ടും അവനെ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ തയങ്കാണെങ്കിൽ ശ്വാസം മുട്ടി ഇങ്ങനെ മന്ത്രിക്കുന്നുണ്ടായിരുന്നു, കൊച്ചു പെൺകുട്ടി എന്ന രീതിക്ക്. അപ്പം നമ്മുടെ തയങ്കിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അവൻ നല്ല രീതിക്ക് അവളെ മുഖത്ത് നോക്കിയിട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ഫൈറ്റ് ചെയ്യുന്നത് നിർത്തുന്നതായിരിക്കും നിനക്ക് ഏറ്റവും നല്ലത്. നീ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നൊന്ന് നിർത്ത്.
ഒരു നിമിഷം അവനാണെങ്കിൽ ഒന്ന് നിർത്തി. ശ്വാസം വലിച്ചുകൊണ്ട്. കണ്ണുകളിലാണെങ്കിൽ കോപമുണ്ട്, അതുപോലെ തന്നെ മറ്റെന്തോ മിന്നിമായുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ യാഥാർത്ഥ്യത്തിൽ അവൾ തിരിച്ചടിക്കുമോ എന്നുള്ളൊരു പേടിയായിരിക്കാം നമുക്ക് വിചാരിക്കാം. അപ്പം ഇതേ സമയം നമ്മുടെ തയങ്കാണെങ്കിൽ കൈ നീട്ടിക്കൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. നീ എൻ്റെ കാർഡ് തിരിച്ചു തരുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നീ അനുസരണക്കേട് കാണിച്ചെന്ന് പറഞ്ഞിട്ട് നീ എന്തായാലും ഇത് ഖേദിക്കേണ്ടി വരും. അവളാണെങ്കിൽ ഒന്നും വേണ്ടിയില്ല, പകരാണെങ്കിൽ അവൻ്റെ കയ്യിൽ കയറിയിട്ട് അവളൊന്ന് കടിച്ചു. അവളുടെ പല്ലാണെങ്കിൽ മാംസത്തിൽ തഴച്ച് കയറി എന്ന് പറയാം. അവനാണെങ്കിൽ വേദന കൊണ്ട് ചെറുതായിട്ട് മുരളുന്നുണ്ടായിരുന്നു. യു ഫക്കിംഗ് മോൺസ്റ്റർ, ഐ വിൽ മേക്ക് യു പേ ഫോർ ദാറ്റ്. അപ്പം അവനാണെങ്കിൽ അവൻ്റെ കൈയാണെങ്കിൽ മുറുകെ പിടിക്കുന്നുണ്ടായിരുന്നു. കോപവും അതുപോലെ തന്നെ അവിശ്വാസവും കലർത്തിട്ടുള്ള രീതിക്കായിരുന്നു തയങ്ക അവളെ നോക്കി ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നത്. ഞാൻ നിന്നെ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലായിരുന്നു, നീ വെറും ഒരു കാട്ടുമൃഗാണ് എന്ന രീതിക്ക് തയങ്ക് പറയുന്നുണ്ടായിരുന്നു. അവളുടെ ഉള്ളിലാണെങ്കിൽ പെട്ടെന്ന് അവൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, അതെ ഞാൻ എന്തായാലും അങ്ങനെയൊക്കെ തന്നെയാണ്, പിന്നെ എനിക്ക് നിങ്ങളുടെ കൂടെ വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചെങ്കിലും ഇപ്പോൾ ഹാപ്പി ആയാണ്. നിങ്ങളെപ്പോലുള്ള മനസ്സാക്ഷി ഇല്ലാത്തൊരു മൃഗത്തിൻ്റെ കൂടെ താമസിക്കുന്നതിൽ എനിക്ക് നല്ലതായിരുന്നു അത്. നിങ്ങളിങ്ങനെ ആയതുകൊണ്ടാണ് എല്ലാവരും നിന്നെ ഉപേക്ഷിച്ച് പോകുന്നത്, അതുപോലെ തന്നെ നിങ്ങളെ വേദനിപ്പിക്കാൻ നോക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. എനിക്ക് പിന്നെ കാമുകില്ലാത്തത് അതുകൊണ്ടായിരിക്കും. നമുക്ക് ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കാമുകി ഇട്ടിട്ട് പോയിട്ടുണ്ടാവും നിങ്ങളുടെ ഈ വൃത്തികെട്ട സ്വഭാവം കൊണ്ട്. അവളത് കുറച്ച് കൂടിപ്പോയി പറഞ്ഞു തിന്ന് അവൾക്കും തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ അവളാണെങ്കിൽ വിട്ടുകൊടുക്കാനും നിന്നില്ല. അപ്പോൾ ഈ വാക്കുകളാണെങ്കിൽ വായുവിൽ ഭയങ്കരമായിട്ട് ഭാരമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ തയങ്കിൻ്റെ മുഖമാണെങ്കിൽ ഒരു നിമിഷം മാറി നമുക്ക് പറയാം. പക്ഷെ അതിൻ്റെ അടിയിലാണെങ്കിൽ ചെറിയ മുറിവും വേദനയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് വിചാരിക്കാവുന്നതാണ്. പക്ഷെ അവനാണെങ്കിൽ ആ വാക്കുകൾ ഭയങ്കരമായിട്ട് അവൻ്റെ ഹാർട്ടിലേക്ക് തുളച്ച് കയറുന്നുണ്ടായിരുന്നു. അവൻ്റെ മുഖത്താണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യവും കോപമൊക്കെ അലസായിട്ട് കലർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തയങ്കാണെങ്കിൽ കയ്യിലുള്ള ബ്ലഡാണെങ്കിൽ അലക്ഷ്യമായിട്ടാണെങ്കിൽ തുടച്ച് മാറ്റിക്കൊണ്ട് വെറുപ്പോടെ അവളെ നോക്കുന്നുണ്ടായിരുന്നു. വാച്ച് യുവർ മൗത്ത്, ഞാൻ ഒരിക്കലും അങ്ങനെയല്ല, നീ വിചാരിക്കുന്ന പോലെ ഞാൻ അത്ര നിനക്ക് എന്നെക്കുറിച്ചൊന്നും അറിയത്തില്ല. തയങ്കാണെങ്കിൽ വേഗം മുന്നോട്ട് വന്നു. ഇപ്രാവശ്യം എന്തോ മറ്റൊരു ഉദ്ദേശം വ്യക്തമായിരുന്നു. പെട്ടെന്നാണ് അവനാണെങ്കിൽ വീണ്ടും അവളുടെ മുടി പിടിച്ചിട്ട് പിന്നിലേക്ക് ശക്തമായിട്ട് വലിച്ചത്. നിനക്ക് എന്നെ അപമാനിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ട്? നീ ഇവിടെ ജീവനോടെ നിൽക്കുന്നത് തന്നെ ഞാൻ കാരണമാണ്. അപ്പം തയങ്കാണെങ്കിൽ ഇങ്ങനെ പിടിച്ചിൽ ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ അവളെ കണ്ണിലേക്ക് നോക്കാൻ വേണ്ടി അവളെ വേഗം മുഖം തിരിക്കുന്നുണ്ടായിരുന്നു. നീ ഒരു ഭാരം മാത്രമാണ് എനിക്ക്, ഒരു വല്ലാത്ത ശല്യം. അപ്പോൾ അവളാണെങ്കിൽ ഇങ്ങനെ മറുപടി പറയുന്നുണ്ടായിരുന്നു, നിന്നെപ്പോലുള്ള ഓൾഡ് മാൻ്റെ കൂടെ ഒന്നും എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. അവൻ്റെ പിടിയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ മുറുകിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു, നിനക്ക് വേറെ വഴിയില്ല, നീ എന്നോടൊപ്പം ഇവിടെ തന്നെ നിൽക്കണം. നീ എന്തായാലും ഇതിൽ കുരുങ്ങിപ്പോ, നീ പറഞ്ഞ ഓരോ വാക്കിനും നീ എന്തായാലും ഖേദിക്കും, ഞാൻ എന്തായാലും ഉറപ്പാക്കും. നിനക്ക് വേറെ വഴിയില്ല. നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? അവനാണെങ്കിൽ അവളെ ചുമരിനോട് ചേർത്തു. അവൻ്റെ ശരീരം മുഴുവൻ അവളെ കുടുക്കിയെന്ന് പറയാം. മുതിർന്ന ആളുകളെ അനുസരിക്കാൻ കഴിയാത്ത നന്ദി കെട്ട ഒരു പെൺകുട്ടിയാണ് നീ. മുതിർന്ന ആളുകളെ ബഹുമാനിക്കാൻ അറിയാത്ത നന്ദി കെട്ട ഒരു പെൺകുട്ടിക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് ഞാൻ എന്തായാലും കാണിച്ചു തരാം. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്നെ പേടിപ്പിക്കാനൊന്നും നിൽക്കണ്ട. അവനാണെങ്കിൽ അടുത്തേക്ക് കുഞ്ഞു. കണ്ണുകളിലാണെങ്കിൽ ഒരു ദ്രോഹം കത്തി നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നാം. ശബ്ദമാണെങ്കിൽ ഭയങ്കരമായിട്ട് കഠിനമായിരുന്നു. ഞാൻ പറയും, നീ എന്നെ എത്രത്തോളം അനുസരണക്കേട് കാണിച്ചെന്ന് എല്ലാവരോടും ഞാൻ പറയും. ആർക്കും കണ്ടെത്താൻ കഴിയാത്തൊരു സ്ഥലത്ത് ഞാൻ നിന്നെ എന്തായാലും പൂട്ടും. അത് ചിലപ്പോൾ വളരെ ഭയാനകമായിരിക്കും. അവൾക്കാണെങ്കിൽ ചെറിയ പേടിയൊക്കെ വരുന്നുണ്ടായിരുന്നു. ശ്വാസം മൊത്തം തടഞ്ഞതുപോലെ അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നേ. നീ എനിക്ക് ടഫാണെന്ന് നീ കരുതുന്നുണ്ടോ? നിന്നേക്കാളും കൂടുതൽ മോശമായ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഇടപെട്ടിട്ടുണ്ട്. നീ ഒരുപാട് പഠിക്കാനുണ്ട്, പ്രത്യേകിച്ച് ബഹുമാനം. എങ്ങനെ ഒരു മുതിർന്നവരോട് ബഹുമാനിക്കണമെന്ന് നീ എന്തായാലും പഠിക്കണം. നീ എന്തായാലും ഒരു പാഠം പഠിക്കും. അതുമാത്രമല്ല, അത് അവസാനം വരെ നിലനിൽക്കും ചെയ്യും. നീ എന്നെ മറ്റുള്ളവരെ പോലെ ഭയപ്പെടുകയും ചെയ്യും. അത് നീ എന്തായാലും മറക്കണ്ട. ഈ ഒരു കാരണം മാത്രം മതി എനിക്ക്. നമ്മുടെ തയങ്കാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. കാരണം നമ്മുടെ യോരാണെങ്കിൽ അവൻ അടിക്കാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് പോയി അവൾ അടിച്ചു. അവനാണെങ്കിൽ വേദന കൊണ്ട് മുറുമുറുത്തുകൊണ്ട് നിലത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അവൻ്റെ പിടി അഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും അവൻ്റെ മുഖത്ത് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. വേർഡ്സ് ഫുള്ളാക്കാൻ അവന് പറ്റിയില്ല വേദന കൊണ്ട്. അവളാണെങ്കിൽ അവനെ തള്ളി മാറ്റി. അവനാണെങ്കിൽ വേഗം ബാക്കിലേക്ക് ഇടരുന്നുണ്ടായിരുന്നു.
അവസാനം അവസരമല്ലേ ഓടിപ്പോകാൻ. അവളാണെങ്കിൽ അത് പാഴാക്കാനും നിന്നില്ല. മോൺസ്റ്റർ അങ്കിൾ എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ വേഗം ഓടുന്നുണ്ടായിരുന്നു. യോർ, നീ തിരിച്ചു വരുന്നതായിരിക്കും നല്ലത്, നീ രക്ഷപ്പെടും, നീ പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ തേങ്ങാണെങ്കിൽ അവളെ പിന്തുടരാൻ ശ്രമിച്ചു. പക്ഷെ വേദന കൊണ്ട് പുള്ളിക്കാണെങ്കിൽ അനങ്ങാനും പോലും പറ്റില്ല. അപ്പോൾ അവളാണെങ്കിൽ പോകുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ തേങ്ങിൻ്റെ ഡോറാണെങ്കിൽ ലോക്ക് ചെയ്തിട്ട് പോകുന്നുണ്ടായിരുന്നു. ഡോർ ലോക്ക് തുറക്ക്, നീ എന്നെ ഇവിടെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നീ എന്തായാലും ഇതിൽ ഖേദിക്കും, നീ തുറന്നില്ലെങ്കിൽ ഞാൻ ഈ വാതിൽ തകർക്കും, പിന്നെ ഞാൻ നിന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാമെന്ന് നിനക്കറിയാലോ. അവരാണെങ്കിൽ മുഷ്ടി ചുരുട്ടിയിട്ട് വാതിൽ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തേങ്ങാണെങ്കിൽ ഇരുന്ന് ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. യോ നാശം, നിനക്ക് ഒളിക്കാൻ പറ്റുമെന്ന് നീ കരുതുന്നുണ്ടോ? വേണ്ടി വന്ന ഈ സ്ഥലം ഞാൻ പൊളിച്ചു മാറ്റും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. നമ്മുടെ തയങ്ക് ഇപ്പോഴും ആ റൂമിലാണ് കേട്ടോ. ആരും വിളിക്കാനോ ഹെൽപ്പ് ചോദിക്കാനോ ഒന്നും നമ്മുടെ തയങ്ക് നിന്നില്ല. അപ്പോൾ ഇതേ സമയം നമ്മുടെ തയങ്കിൻ്റെ ഫോൺ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു മെസ്സേജ്. അത് വേറെ ആരായിരുന്നില്ല, കാർഡിൽ നിന്നിട്ടാണെങ്കിൽ ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുള്ളതിൻ്റെ മെസ്സേജ് ആയിരുന്നു നമ്മുടെ തയങ്കിന് വന്നിട്ടുണ്ടായിരുന്നു. വാട്ട് ദ ഹോൾ. അപ്പോൾ നമ്മുടെ തയങ്കാണെങ്കിൽ ആ ഒരു മെസ്സേജ് കണ്ടിട്ട് പിറുപിറുക്കുന്നുണ്ട്. വാട്ട് ദ ഹെൽ, ആരെൻ്റെ പണം? അയ്യോ. ഇതേ സമയം മറ്റൊരു മെസ്സേജ് വരുന്നുണ്ടായിരുന്നു. ഹലോ അങ്കിൾ, ഐ എം വെരി സോറി, ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഈ പണം ചെലവാക്കുന്നത്. താങ്ക് യു അങ്കിൾ, ലവ് യു അങ്കിൾ, ലവ് യു അങ്കിൾ തയ്യോ എന്ന് പറഞ്ഞിട്ട് കുറേ കിസ് മോജൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ അത് വായിച്ചു, വീണ്ടും വീണ്ടും വായിച്ചു. നമ്മളെ യോറാണെങ്കിൽ അവനെ കളിയാക്കിയതാണോ അതുപോലെ തന്നെ സ്നേഹം കൊണ്ടാണോ എന്ന് പോലും നമ്മുടെ ഭയങ്കര മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ ഫോണിലേക്കാണെങ്കിൽ വീണ്ടും മെസ്സേജ് വരുന്നു. ഒരു ഫോട്ടോയും കൂടെ അറ്റാച്ച്ഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ യോറാണെങ്കിൽ പുതിയ ഡ്രസ്സിലാണെങ്കിൽ ലവ് സിമ്പിളൊക്കെ കാണിച്ചിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് നമ്മുടെ ഭയങ്കര അയച്ചു കൊടുത്തിട്ടുള്ളത്. അവൾക്കറിയാം എങ്ങനെ അങ്കിളുടെ സോപ്പിടണമെന്ന്. അപ്പോൾ നമ്മുടെ തയങ്കാണ് ഇങ്ങനെ പിറുപിറുത്ത് പറയുന്നുണ്ടായിരുന്നു. അവളത് ആസ്വദിക്കുകയാണ്, എൻ്റെ വേദന അവൾ ആസ്വദിക്കുകയാണ് എന്ന രീതിക്ക്. അവൻ ഉടനെ തന്നെ മറുപടി അയക്കുന്നുണ്ടായിരുന്നു. യോ, നിനക്കിത് തമാശയായിട്ട് തോന്നുന്നുണ്ടോ? നീ എന്തായാലും ഇതിന് ഖേദിക്കും കുഞ്ഞ്, നീ ഒരിക്കലും ഈ ഡ്രസ്സ് ഇനി ഇടാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ യോറാണെങ്കിൽ വീണ്ടും ക്യൂട്ട്നെസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. എന്നോട് ദേഷ്യമാണ് അങ്കിൾ, അങ്കിൾ തയോങ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും കിസ് ഇമോജി അയക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു പാവ പെൺകുട്ടിയല്ലേ. അവനാണെങ്കിൽ ആ മെസ്സേജ് വായിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞോ, നീ ഇപ്പോൾ നിഷ്കളങ്കമായിട്ട് അഭിനയിക്കുകയാണോ? അധികാരത്തോട് യാതൊരു ബഹുമാനമില്ലാത്തൊരു പൊട്ടി പെൺകുട്ടിയാണ് നീ. അയ്യോ അങ്കിൾ, അതെന്നെ വേദനിപ്പിച്ചു. ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ എന്നെ വേദനിപ്പിച്ചു. ഒരു നിമിഷം നമ്മുടെ തയങ്കാണെങ്കിൽ ചെറുതായിട്ട് ആലോചിച്ചു. ചെറിയ കുറ്റബോധം ഉണ്ട്, അത് അവൾ കളിയാക്കുന്നത് ആസ്വദിക്കുന്നുണ്ടോ എന്ന രീതിക്ക് അറിയത്തില്ല. ഹോ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടാ? പക്ഷെ നീ എന്നെ സ്നേഹിക്കാൻ ഒരു അർഹതയില്ലാത്ത ആളാണ്. നീ എനിക്കൊരു കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ശല്യം, ഒരു ഭാരം മാത്രമാണ് എന്നവൻ തിരിച്ച് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ഓ, എൻ്റെ കുഞ്ഞു മനസ്സ് വേദനിച്ചു അങ്കിൾ, ഞാൻ ഇനി വീട്ടിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. നല്ല വിടുതൽ, പോകുമ്പോൾ ഉദ്ദേശിക്കരുത്. നിങ്ങളുടെ ഈ വ്യാജ കണ്ണീര് കൊണ്ടൊന്നും ഞാൻ വീഴാൻ പോകുന്നില്ല. ഓ കണ്ടോ, നിങ്ങൾക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല, നിങ്ങൾക്ക് എന്നെ ഒട്ടും വിശ്വാസമില്ല അങ്കിൾ, പോങ്ക് എന്നവൾ തിരിച്ച് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ ചിരിച്ച് വേദന മറക്കുന്നത് പോലെ. അങ്കിൾ, ഞാൻ പോവുകയാണ്, ഞാൻ എന്തായാലും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ വരത്തില്ല. എനിക്ക് നിങ്ങൾ പണം മാത്രം അയച്ചാൽ മതി, ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. നിനക്ക് ഞാൻ പണം അയക്കണം, അതെൻ്റെ പണം, സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ നിനക്ക് പറ്റത്തില്ല. എൻ്റെ പണം കൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ടോ? നീ എനിക്കൊരു മിഥ്യ മാത്രമാണ്. ഞാൻ എന്തായാലും നിന്നെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ നോക്കും എന്നിലേക്ക് തയങ്ക് മെസ്സേജ് അയക്കുന്നത്. ഓ അയ്യോ, ഞാൻ എന്തായാലും മരിക്കാൻ പോവാ അങ്കിൾ, ബൈ. എന്നെന്തായാലും നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല, ഞാൻ എന്തായാലും മരിക്കാൻ പോവാ അങ്കിൾ, ബൈ ബൈ. പുള്ളിക്കാരി അത് ടീസിങ് രീതിക്ക് പറഞ്ഞാലാണെങ്കിലും നമ്മുടെ തയങ്കിൻ്റെ മനസ്സിൽ എന്തോ ഒരു പെയിൻ വന്നായിരുന്നു. തയങ്കാണെങ്കിൽ അത് വായിച്ച നിമിഷം തന്നെ ഹൃദയം വല്ലാത്ത രീതിക്ക് എന്തോ തെന്നി മാഞ്ഞതുപോലെ തോന്നുന്നുണ്ടായിരുന്നു. ധൈര്യപ്പെടരുത്, ഇത്ര നാടകമായി പെരുമാറുന്നൊന്നും നിർത്ത്. അവൻ തിരിച്ച് മെസ്സേജ് അയച്ചു. അപ്പോൾ നമ്മുടെ യോറാണെങ്കിൽ വേറൊന്നും പറഞ്ഞില്ല, ബൈ അങ്കിൾ, ഗുഡ് ബൈ എന്ന രീതിക്ക് റിപ്ലൈ ചെയ്തു. ഛാം യോർ, നീ എനിക്ക് റിപ്ലൈ ചെയ്യും.
അവനാണെങ്കിൽ ഇനിയും സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ തന്നെ വേഗം തന്നെ ഡോറ് തുറന്നിട്ട് നമ്മുടെ കാറിൻ്റെ താക്കോലെടുത്തിട്ട് അവൻ വേഗം പുറത്തേക്ക് ഓടിപ്പോയി. അവളാണെങ്കിൽ അവൻ്റെ മെസ്സേജിനൊന്നും റിപ്ലൈ ചെയ്യുന്നില്ല. ഫോണാണെങ്കിൽ കോൾ ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ആണെന്നാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ തയങ്കാണെങ്കിൽ റോഡുകളും കഫേകളും പാർക്കുകളും ഇടവഴികളും എല്ലാം അവളെ തിരയുന്നുണ്ടായിരുന്നു. നീ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? എല്ലാം നശിപ്പിക്കാൻ ഞാൻ നിന്നെ ഒരിക്കലും അനുവദിക്കത്തില്ല എന്ന രീതിക്ക് നമ്മുടെ തയങ്ക് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ശ്വാസം കനത്തായിരുന്നു. കണ്ണുകളിലാണെങ്കിൽ ചെറിയ പേടിയും അതുപോലെ തന്നെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തയങ്കാണെങ്കിൽ ഇങ്ങനെ കാർ ഓടിക്കുമ്പോൾ ഇങ്ങനെ സ്വയം തന്നെ പിറുപിറുത്ത് കൊണ്ട് പറയുന്നുണ്ടായിരുന്നു, വേണ്ടി വന്ന് ഞാൻ എന്തായാലും ഈ നഗരത്തിൽ ഓരോ ഇഞ്ചും തിരയും. എൻ്റെ വാച്ചിൽ ഒരിക്കലും നീ ഒരിക്കലും മരിക്കത്തില്ല. അപ്പോൾ ഇതേ സമയമാണ് ഒരു പാലം കാണിക്കുന്നത്. അപ്പം ആ പാലത്തിൻ്റെ മുകളിൽ ഒരു ചെറിയ രൂപം നമ്മുടെ തയങ്ക് കാണുന്നുണ്ടായിരുന്നു. അവൻ്റെ ഹൃദയമാണെങ്കിൽ പെട്ടെന്നൊരു കോപവും അതുപോലെ തന്നെ ഭയമായിട്ട് അവന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നോ 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 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തയങ്കാണെങ്കിൽ വേഗം കാറ് നിർത്തുന്നുണ്ടായിരുന്നു ബ്രേക്ക് പിടിച്ചിട്ട്. അവനാണെങ്കിൽ വേഗം ഇറങ്ങി ഓടിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു, യോർ അവിടെ നിൽക്ക്, ഇറങ്ങരുത്. അവളാണെങ്കിൽ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേ സമയം നമ്മുടെ യോറിൻ്റെ വായിലാണെങ്കിൽ ഒരു ക്രീം പണ്ണ് ഉണ്ടായിരുന്നു. അപ്പോൾ അവളാണെങ്കിൽ കാഷ്വലായിട്ടാണ് ആ പാലത്തിൻ്റെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നത്. യോർ, നീ എന്താണ് അവിടെ കാണിക്കുന്നത്? നീ എന്തായാലും ആത്മഹത്യ ചെയ്യാൻ വലിയ കാര്യമായിട്ട് എന്തെങ്കിലും ചിന്തിക്കാണോ? അവളാണെങ്കിൽ അവനെ നോക്കി, എനിക്കൊന്നും പോന്നങ്കിളെ, എനിക്കൊന്നും മരിക്കാനൊന്നും പറ്റത്തില്ല. ഞാനിവിടെ വിശന്നുകൊണ്ട് ഞാനത് വായിലിട്ട് നിൽക്കുന്നത്. എനിക്കെന്താ മരിക്കാൻ പിന്നെ വട്ടുണ്ടോ? അവളുടെ സംസാരം കേട്ടിട്ട് നമ്മുടെ തയങ്കിനാണെങ്കിൽ ആശ്വാസമായി. അവനാണെങ്കിൽ വേഗം അടുത്തേക്ക് ചെന്നിട്ട് അവളുടെ തോളി ചെറുതായിട്ടൊന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, നാശം പിടിക്കാൻ വേണ്ടി. പിന്നെ നീ എന്തിനാ ഇവിടെ ക്രീം ബണ്ണും കഴിച്ച് ഇവിടെ നിൽക്കുന്നത്? ഓ, അതങ്ക് വെറുതെ ഞാനിവിടെ നിന്നതാ. ഞാൻ ചുമ്മാ അവിടെ നടന്നു പോണ സമയത്ത് ഞാൻ ചുമ്മാ ഒന്ന് ആഴം നോക്കാൻ വേണ്ടി നോക്കിയതാ. പക്ഷെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്രീം ബണ്ണ് താഴെ പോയി. അപ്പോൾ പിന്നെ ഒന്ന് എടുക്കണമോ അതോ ഒന്ന് നോക്കണോ എന്ന രീതിക്ക് ഞാൻ അവിടെ ഒന്ന് എത്തിച്ചു നോക്കിയതങ്ക്. അവളാണെങ്കിൽ ഇതൊക്കെ ഒരു കാഷ്വലായിട്ട് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ തയങ്ങിന് ദേഷ്യം വന്നിട്ടാണെങ്കിൽ കൈ ഇങ്ങനെ ചുരുക്കുന്നുണ്ടായിരുന്നു. നിനക്കതെന്തോ കുട്ടിക്കളിയായിരുന്നോ? നിനക്കത് വീഴാവുന്ന കാര്യമുള്ളായിരുന്നു അതിൽ? ഒന്ന് യോർ, നീ എന്ത് ഇങ്ങനെയായി പോയേ? നിനക്ക് എന്ത് വേണേലും സംഭവിക്കായിരുന്നു. ഒന്ന് ചെറുതായിട്ട് തെന്നിക്കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് വീഴും. ഇതൊന്നും തമാശയല്ലേ യോർ? ഓ, നിങ്ങളെന്തിനിങ്ങനെ ടെൻഷനാവുന്നത്? ഞാൻ നിങ്ങൾക്കൊരു ഭാരം മാത്രമാണ്. നീ ഒരു ഭാരമാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇത് എനിക്കൊരു ബുദ്ധിമുട്ടാണ്, അത് ഞാൻ എന്തായാലും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട് യോർ, എനിക്ക് നിന്നെ നഷ്ടപ്പെടാൻ എനിക്ക് ആഗ്രഹമൊന്നുമില്ല. അവനാണെങ്കിൽ അവളുടെ അടുത്തേക്ക് വന്ന് ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു, യോർ, നീ ഒരിക്കലും മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിന്റെ ഈ പ്രവൃത്തിയാണ്, അതിൻ്റെ അനന്തരഫലങ്ങൾ നീ എന്തായാലും മനസ്സിലാക്ക്. അത് മനസ്സിലാക്കിപ്പിക്കാനാണ് ഞാൻ ഇത്രത്തോളം ചെയ്യുന്നത്. പെട്ടെന്നാണ് നമ്മുടെ യോറാണെങ്കിൽ ഇറങ്ങാൻ നോക്കിയപ്പോൾ തന്നെ അവളുടെ കാല് സ്ലിപ്പായിട്ട് ബാക്കിലേക്ക് വീഴാൻ പോകുന്നത്. ഒരു നിമിഷം ആകപ്പാടെ സമയം നിന്നതുപോലെ അവന് തോന്നി.